നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ മനഃപ്രേക്ഷകരും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമുക്ക് വ്യാഴമാറ്റം വന്നിരിക്കുകയാണ്. വ്യാഴമാറ്റത്തിലൂടെ ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാവാനുണ്ട്. അപ്പം നമുക്ക് ആ വ്യാഴമാറ്റം കൊണ്ട് നമ്മൾ നടക്കാതെ പോയ പല കാര്യങ്ങളും പല വ്യക്തികൾക്കും നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം വ്യാഴം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഡിസംബർ മാസം 5-ാം തീയതിയാണ് നമുക്ക് ഇടവത്തിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴം പോയത്. അതേ വ്യാഴം നമുക്ക് 2026 അതായത് ജൂൺ മാസം 2-ാം തീയതി നമുക്ക് 1:50 AM നമുക്ക് കർക്കിടകത്തിലേക്ക് വന്നിരിക്കുന്നത്. കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. വ്യാഴത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ബൃഹസ്പതി എന്നാണ്. നമ്മളും കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വ്യാഴത്തിന് ഭാരം കൂടുതലാണ്. മറ്റുള്ള ഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആ വ്യാഴത്തിനുണ്ട്. അപ്പം ആ വ്യാഴം ദേവഗുരുവായിട്ട്, ദേവന്മാരുടെ ഗുരുവായിട്ടാണ് വ്യാഴത്തിനെ പറയുന്നത്. ഇപ്പോൾ സർവൈശ്വരനാടാം ദക്ഷിണേശ്വരത്തിനും പ്രമാണമനുസരിച്ച് സർവൈശ്വര്യകാരകനും സർവൈശ്വരന്മാരുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഒക്കെ കാരകനായിട്ടുള്ള വ്യാഴം മാറുന്നത് നമ്മുടെ ഭൂമിയെയും നമ്മുടെ ജീവജാലങ്ങളെയും അതുപോലെ മനുഷ്യനെയും നമ്മുടെ പ്രകൃതിയെയും ഒക്കെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ചിലർ ചിന്തിക്കും കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം നിൽക്കുന്ന വ്യാഴം എങ്ങാണ് നമ്മളെ ബാധിക്കുന്നത് എന്നൊരു വിഷയമുണ്ടാകും. അപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഓരോ ഗ്രഹങ്ങളും മാറുമ്പോഴും ആചാര്യന്മാർ പറയുന്ന ഫലങ്ങൾ അതുപോലെ വരുന്നില്ലേ? ഓരോരുത്തർക്ക് അതുപോലെ അവസ്ഥകൾ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ അത് ത്രികാലജ്ഞാനികളായിട്ടുള്ള നമുക്ക് ഈ പഴയ ഋഷീശ്വരന്മാരാണ് നമുക്ക് ശാസ്ത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതെല്ലാവർക്കും നന്മകൾ ഉണ്ടാകുന്നതിനായിട്ടാണ്. അപ്പം വ്യാഴമാറ്റം ഞാൻ പറഞ്ഞ 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴമാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഓരോരുത്തരെയും എങ്ങനെ നമുക്ക് ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പം അടുത്ത വ്യാഴമാറ്റം വരുന്നത് നമുക്ക് ഇടയ്ക്ക് ക്രയത്തിലും വക്രത്തിലോട്ടും അത് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും അടുത്ത വ്യാഴത്തിൻ്റെ മാറ്റം 2027 ജൂൺ മാസം 26-ാം തീയതി 5:19 AM അടുത്ത വ്യാഴത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് 12 രാശിക്കാരെ അല്ലെ 12 കൂറുകാരെ ഈ ഒരു വ്യാഴമാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂർ, ഒന്നാമത്തെ കൂറായിട്ടുള്ള മേടക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് നമുക്ക് 7.5 ശനിക്കാലമാണ്. എങ്കിലും 4-ലാണ് ഇവർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത്. സമ്മിശ്ര ഫലമായിട്ട് പറയാം. ബന്ധുസൗഖ്യം, ഗൃഹഭാഗ്യം മുതലായ അവസ്ഥകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്തത് 2-ാമത്തെ കൂറുള്ള ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിര. ഇവർക്ക് 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കാര്യവിഘ്നങ്ങൾ ഉണ്ടാവാൻ, സ്ഥാനഭ്രംശം ഉണ്ടാവാൻ, ദുഃഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത മിഥുനക്കൂറ് മകയിരത്തര, തിരുവാതിര, പുണർതം മുക്കാല്. ഇവർക്ക് ശനി 10-ൽ സഞ്ചരിക്കുക, അതായത് കണ്ടകശനിക്കാലമാണ്. എന്നിരുന്നാലും നമുക്ക് മിഥുനക്കൂറിന് 2-ൽ വ്യാഴം സഞ്ചരിക്കുന്ന അവസ്ഥയിൽ ധനലാഭം ഉണ്ടാവാൻ, കാര്യവിജയം ഉണ്ടാവാൻ, ശത്രുക്ഷയം ഉണ്ടാവാൻ, സുഖം സൗഖ്യം ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മവ്യാഴമാണ്. സമ്മിശ്ര ഫലമായിട്ടാണ് പറയപ്പെടുന്നത്. കുറച്ച് അധിക ചിലവ് ഉണ്ടാവാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. മന്ദത, ബുദ്ധിക്ക് മന്ദത ഉണ്ടാവാൻ, കലഹത ഉണ്ടാവാൻ, പല അബദ്ധങ്ങൾ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രംകാല്. ഇവർക്ക് അഷ്ടമശനിക്കാലമാണ്. അതുപോലെ 12-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അലച്ചിൽ, ദുഃഖം, ക്ലേശതകൾ, കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഫലം കിട്ടാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം. ഈ വീഡിയോയുടെ അവസാനം ഈ ദോഷം ഉള്ള നക്ഷത്രക്കാർക്കുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അടുത്തത് കന്നിക്കൂറ്. ഇവർക്ക് ഉത്രം മുക്കാല്, അത്തം, ചിത്തിരാര. 7-ലാണ് ശനി സഞ്ചരിക്കുന്നത്. കണ്ടകശനിയാണ്, അത് സൂക്ഷിക്കണം. 11 വ്യാഴം സഞ്ചരിക്കുന്ന അവസ്ഥയിൽ സ്ഥാനപ്രാപ്തി ഉണ്ടാവുക, സ്ഥാനലബ്ധി, നല്ല സ്ഥാനങ്ങൾ കിട്ടുക, സ്ഥലം മാറ്റം, ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം ഉണ്ടാവുക, കാര്യലാഭങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. അടുത്ത തുലാക്കൂറ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഇവർക്ക് 10-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കഷ്ടപ്പെടുന്നതനുസരിച്ചൊരു ഫലം കിട്ടാതെ വരുന്ന അവസ്ഥ, ഫലക്കുറവ് നമുക്ക് പറയാം. ധനനഷ്ടം, ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ അവനവൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ വരുന്ന ഒരവസ്ഥ നമുക്ക് പറയാം. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഇവർക്ക് 9-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. സന്താനം ഇല്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാൻ, സന്താന സൗഖ്യം ഉണ്ടാവാൻ, കാര്യലാഭം, സുഖം, അധികാരശക്തി ഉണ്ടാവാൻ, സാമർഥ്യം വർദ്ധിക്കാൻ, വാക്ചാതുര്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ ധനക്കൂറാണ്. മൂലം, പൂരടം, ഉത്രടം, കാല്. ഇവർക്ക് 4-ലാണ് ശനി സഞ്ചരിക്കുന്നത്. 4 ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയുടെ ചെറിയ ദോഷമുണ്ട്. അതുപോലെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. മനോദുഃഖം, അത്യധ്വാനം, രോഗം ഇവയൊക്കെ പറയാം. അടുത്ത മകരക്കൂറാണ്. ഇവർക്ക് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഇവർക്ക് പറഞ്ഞാൽ 7-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഇഷ്ടവിവാഹ ലബ്ധി,
ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കുക, ഇഷ്ടപ്പെട്ടതുപോലെ നല്ലൊരു വിവാഹം നടക്കുക, ബുദ്ധി സാമർഥ്യം വർദ്ധിക്കുന്ന അവസ്ഥ, ധനലാഭം, ഗൃഹലബ്ധി, അതായത് അനേകകാലമായിട്ട് വസ്തു ഇല്ലാത്തവർക്ക് വസ്തു ഉണ്ടാവുക, വസ്തു വിറ്റിട്ട് അല്ലെങ്കിൽ വസ്തുവിലേക്ക് പുതിയ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് മെയിൻ്റെനൻസ് ചെയ്യണം ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. അടുത്ത കുംഭക്കൂർ അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാൽ. ഇവർക്ക് 2-ലാണ് ശനി, അതായത് കണ്ടകശനി എന്ന് പറയുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് 7ര ശനി. ആ 7ര ശനി നടക്കുന്നു. 6-ലാണ് വ്യാഴം. 6-ലെ വ്യാഴം അത്ര ഒരു നല്ലതല്ല. ക്ലേശത ഉണ്ടാവാൻ, ശത്രുക്കളുടെ ശല്യം ഉണ്ടാവാൻ, ധനനഷ്ടം ഉണ്ടാവാൻ, സഞ്ചാരം, ദുരിതം ഉണ്ടാവും. ഒരുപാട് ചെറിയ കാര്യത്തിനും ഒരുപാട് കഷ്ടപ്പെടേണ്ട അവസ്ഥകൾ നമുക്ക് പറയാം. ദുഷ്കീർത്തികൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അടുത്ത മീനക്കൂറാണ് അവസാനം 12ാമത്തെ കൂറായിട്ടുള്ള മീനക്കൂറിന് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ജന്മശനിയുടെ ദോഷമുണ്ട്. എന്നിരുന്നാലും 5-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സന്താനഭാഗ്യം, വാഹന ലാഭം, പുത്രസൗഖ്യം, പുത്രന്മാർക്ക് അല്ലെ പുത്രിമാർക്ക് നല്ല സമയമായിട്ട് പറയാം. വസ്ത്രലാഭം, അന്നലാഭം, ഗൃഹഭാഗ്യം, സാമ്പത്തിക ഉന്നതി, ഇങ്ങനെ ഒരുപാട് പുരോഗതികളും ഇവർക്ക് പറയാനുണ്ട്. അപ്പം നമ്മൾ 12 കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഒരു രത്ന ചുരുക്കമാണ് നമ്മളിവിടെ പറഞ്ഞു. അപ്പം ഞാനടക്കമുള്ള ഏതൊരു ജ്യോത്സ്യനായാലും ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ ഫലങ്ങൾ പറയാറുണ്ട്. ഈ ഫലങ്ങളൊക്കെ പറയുന്നത് ഓരോ ഗോചരാൽ ഉള്ള ഫലങ്ങളാണ്. ഇതിൽ 100% വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാതകം കൂടി പരിശോധിക്കുക. ജാതകത്തിൽ വ്യാഴം, ശനി, മറ്റ് ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു, ലഗ്നം എവിടെ, ലഗ്നാധിപന് ബലമുണ്ടോ, രാശിയാധിപന് ബലമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് പൊതുഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. 100% ഇതിൽ വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പം ഞാൻ ജ്യോത്സ്യനെ എൻ്റെ അടുത്ത് വരണമെന്ന് ആരോടും പറയത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ആ ജാതകം പരിശോധിച്ച് അത് പ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് നിവൃത്തി വരുത്തി മുന്നോട്ട് പോവാം. അടുത്ത നമുക്ക് ഇതിൻ്റെ പൊതുഫലങ്ങൾ, അതിലേക്ക് ഒരു രത്നച്ചുരുക്കമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. അശ്വതി ഭരണി കാർത്ത് കൂറിൽപ്പെട്ട, അതായത് മേടക്കൂറിൽപ്പെട്ട ഇവർക്ക് ശനി എവിടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ വ്യാഴം എവിടെയൊക്കെ സഞ്ചരിക്കുന്നു ഞാൻ പറഞ്ഞു. ഇവരുടെ പൊതുഫലങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തന മണ്ഡലം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെടുന്നതനുസരിച്ചിട്ട് കുറച്ച് സമ്പത്തിയൊക്കെ ഉണ്ടാവുമെങ്കിലും അധിക ചിലവുണ്ടാവാതെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാം. പല അംഗീകാരങ്ങളും അല്പം വൈകിയാണെങ്കിൽ ലഭിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് പോകാനുള്ളൊരു സാധ്യതയൊക്കെ മേടക്കൂറിൽപ്പെട്ടവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈശ്വരകടാക്ഷം നമുക്ക് നല്ലോണം വേണ്ട ഒരു സമയമാണ്. നല്ലോണം നമുക്ക് പ്രാർത്ഥനകൾ കുറച്ച് വർദ്ധിപ്പിക്കേണ്ട അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് അലയേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ദേഷ്യം, അഹങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള കയർത്ത് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്താനങ്ങൾക്ക് ആദരവ് കിട്ടാനുള്ള സാധ്യത അവർക്ക് കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് മുതലായ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഗ്രഹത്തിൽ സ്വസ്ഥതയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അനേക കാലഘട്ടം അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുന്നതായിരിക്കും. ഇവർ കുടുംബപരദേവതയെ പ്രീതിപ്പെടുത്തുന്നതും അതുപോലെ വല്ലപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അടുത്ത ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരത്തര. ഇവർക്ക് പ്രായമായവർക്ക് കിട്ടാതിരുന്ന പെൻഷന് അല്ലെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ചികിത്സാ രീതി ഒന്ന് മാറ്റുന്നതിലൂടെ രോഗത്തിലൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതായിരിക്കും. ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിലും നിരാശരാവരുത് എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അന്യരുമായിട്ട് കഴിവതും കലഹത്തിനും വിദ്വേഷത്തിനും പോവാതിരിക്കുക. ശാരീരിക പീഡനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പീഡനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ശ്രദ്ധിക്കുക. ഇവർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് കൃത്യസമയത്ത് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതിലൂടെ വലിയ അപകടങ്ങളിൽ നിന്നും അവർക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടോ ത്വക്ക് സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് പറയാം. നക്ഷത്രക്കാരുടെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കണം എന്ന് പറയാനുണ്ട്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഇവർക്ക് നമുക്ക് സിമ്പിൾ എന്ന് കരുതിയ പല കാര്യങ്ങളും കുറച്ച് സിമ്പിൾ അല്ലാതെ വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ചിട്ട ആവശ്യമായിട്ട് പറയപ്പെടുന്ന ഒരു സമയമാണ്. ആർഭാടം, ധൂർത്ത് ഇവയൊക്കെ നമുക്ക് കുറയ്ക്കുക. ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നഷ്ടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ലാഭമായി തീരാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളെല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഊഹക്കച്ചവടങ്ങളിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ യാത്രകൾ ചെയ്യുന്ന വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ആരെങ്കിലും ഒപ്പം യാത്ര ചെയ്യുമ്പോഴും അല്പം സൂക്ഷിക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട്. വ്യാഴം നമുക്ക് അനുകൂലത്തിലാണെങ്കിൽ പോലും ശനി 10 നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് മാതാപിതാക്കളോട് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോടൊന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് അനേക കാലഘട്ടം അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ഒരു ശമനം
ശമനം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഉള്ള ജോലി ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്ന് പറയുന്നുണ്ട്. നഷ്ടപ്പെടുത്തിയ പുതിയ ജോലി കിട്ടാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. സാമ്പത്തികപരമായിട്ട് പ്രായണ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സമയമല്ല. ഇവർ മഹാലക്ഷ്മി ഭജനം ചെയ്യുന്നതും മഹാവിഷ്ണു ഭജനം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വ്രതം എടുക്കുന്നത് നന്നായിരിക്കും. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർതം, കാല്, പൂയം, ആയില്യം. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം, അതായത് അടുത്ത വ്യാഴമാറ്റം വരെയുള്ള ഒരു സമയത്ത് അത്യന്തം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. വ്യാഴം തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും പഴി കേൾക്കാനുള്ള സാധ്യത, സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൻ്റെ കുടുംബമൊത്ത് എന്തെങ്കിലുമൊക്കെ യാത്രകളൊക്കെ ചെയ്യുന്ന അവസ്ഥയെ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യത, ചോരഭയം, അതായത് കള്ളന്മാരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള പല വാർത്തകൾ കേൾക്കാൻ അവസരങ്ങളുണ്ടെങ്കിലും മനസ്സ് ഒരു വിഷയത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനാവും. കഴിവതും മധ്യസ്ഥത നിൽക്കുന്നത് ഈ ഒരു വർഷം 2027 ഈ ഒരു സമയം, വ്യാഴമാറ്റം പറഞ്ഞല്ലോ, ആ ഒരു സമയം വരെ മധ്യസ്ഥത നിൽക്കുന്നത് ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് ഈ സർക്കാർ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാധുജന പരിപാലനത്തിലൂടെ ഈശ്വരാധീന വർധന ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഏജൻസിയുടെ ഇടപാടിട്ട് നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല സമയമാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ്. കഴിവതും ആരെയും ഒറ്റപ്പെടുത്താതെ ഇരിക്കാൻ ശ്രമിക്കുക. കൂടെ നിൽക്കുന്നവരെ കഴിവതും ക്ഷമയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ക്ഷമ വളരെ വേണ്ട ഒരു സമയമാണെന്ന് സാരമായിട്ട് പറയാം. ഇവരും ഈ പറഞ്ഞ പോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വ്യാഴാഴ്ച വ്രതം എടുക്കുക, മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുപോലെ നമുക്ക് 30 വ്യാഴം, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പൂജയെങ്കിലും കണ്ടു തൊഴുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രാങ്കാല്. ഇവർക്ക് അഷ്ടമശനിയുണ്ട് എങ്കിൽ പോലും നമുക്ക് വ്യാഴം 12ലാണ്. ഇവ കുറച്ച് പ്രായോഗിക ബുദ്ധി കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ ഇടപാടുകളിലും നിഷ്കർഷത പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഉള്ള ജോലി സൂക്ഷിക്കേണ്ടതാണ്. പല വിഷമസന്ധികൾ വരുമെങ്കിലും അവൻ്റെ പങ്കാളിയുടെ സഹായത്തോടെ ആ വിഷമതകളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടും കുറച്ച് വിഷയങ്ങളൊക്കെ വരാം. അധിക ചിലവ് ഇവർക്ക് ഉണ്ടാവുമെങ്കിൽ പോലും പണം കിട്ടിയെങ്കിൽ ചിലവാക്കാൻ പറ്റും. ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് അടുത്ത വർഷം വ്യാഴമാറ്റത്തിൻ്റെ അവസാന കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വഞ്ചനയിലും ചതിയിലും പെടാതെ സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ ഒരു അല്പം പിടുത്തം ചിലവാക്കുന്ന, കുറച്ചൊന്ന് പിടിച്ച് ചിലവാക്കുന്ന വളരെ ഇവർക്ക് നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വേണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നാളികേരം ഗണപതി ഭഗവാൻ ഉടയ്ക്കുന്നത്, വല്ലപ്പോഴും ഗണപതി ഹോമം കഴിക്കുന്നത്, വിഷ്ണുപ്രീതി വരുത്തുന്നത്, ശാസ്താപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് ചിട്ട, അതായത് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ഇവർ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കേണ്ട ഒരു സമയമായിട്ട് ഇവർക്ക് പറയാം. തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട്. വിദേശയാത്രയ്ക്കുള്ള യോഗം ജാതകത്തിൽ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് പട്ടാളം, പോലീസ് അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. അടുത്ത കന്നിക്കൂറാണ്. നമുക്ക് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ പോലും 7 ശനി സഞ്ചരിക്കുന്ന കണ്ടകശനിയുടെ ദോഷം സാരമായിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാഹസകരമായിട്ടുള്ള ജോലികളൊക്കെ ചെന്ന് സൂക്ഷിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സ്ഥാപന സംബന്ധമായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ സ്ഥാപനത്തിൽ മാറിക്കയറാനുള്ള യോഗം കാണുന്നുണ്ട്. സൗകര്യമൊക്കെ വർദ്ധിക്കാൻ, ഭാഗ്യം വർദ്ധിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗ കയറ്റത്തിനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ശ്രമിച്ച് വിദേശയാത്രാ യോഗം കാണുന്നുണ്ട്. ആഹാര കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. കുടുംബമൊത്ത് എന്തെങ്കിലുമൊക്കെ മംഗളകരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. അതുപോലെ നല്ല രീതി പഠിക്കാനുള്ള സാധ്യത നക്ഷത്രപ്പെട്ട കുട്ടികൾക്ക് കാണുന്നുണ്ട്. അതുപോലെ നല്ല ഒരു കാലമാണ് എന്ന് കണ്ട് പ്രവർത്തിക്കുക. അതുപോലെ അലസത നമ്മൾ മാറ്റിവെക്കണ അവസ്ഥ കാണുന്നുണ്ട്. കൂടെ നിൽക്കുന്നവർ നമുക്ക് വിഷമിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളൊരു പ്രവണത അവർ കാണിക്കണം. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിൽ പോലും അധികമായിട്ടുള്ള ചിലവുകൾ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. അതുപോലെ പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഭാഗ്യം ഒക്കെ ഇവർക്ക് കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ, വീട് മൂടി പിടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ രോഗങ്ങളൊക്കെ അലട്ടുമെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവർ പറഞ്ഞ പോലെ മഹാവിഷ്ണു ഭജനം, അതുപോലെ ശാസ്താഭജനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും.
അടുത്ത തുലാക്കൂറാണ്. തുലാക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫലക്കുറവ്, ധനനഷ്ടം, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ നിസ്സാരമെന്ന് കരുതി നമുക്ക് കളയുന്ന അസുഖങ്ങളൊക്കെ വലിയ രീതിയിൽ വരിക, വലിയ രീതിയിൽ നമ്മൾ ഭയപ്പെടുന്ന അസുഖങ്ങൾ ഒന്നും ആവാതെ പോകുന്നൊരവസ്ഥ നമുക്ക് കാണാനാവും. ഈ രാശിക്കാരെ സംബന്ധിച്ചും പൊതുവേ നമുക്ക് നല്ലൊരു കുടുംബജീവിതത്തിനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. നവന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാവുമെങ്കിലും കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ചതിവ്, കളവ്, വഞ്ചന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അത് വിവേകത്തോടെ പെരുമാറുക എല്ലാവരോടും, അതിൻ്റെ അവസ്ഥ കാണുന്നുണ്ട്. ധാരാളം ഒരുപാട് ജോലി അല്ലെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് മുഖേന ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു 99% ഉറപ്പാവാതെ ഉള്ള ജോലി കളയരുതെന്ന് പറയപ്പെടുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യാത്ത തെറ്റിന് പഴിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് സമയങ്ങൾ നീക്കി വെക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട്. ആത്മവിശ്വാസം, അതുപോലെ ജോലിയിലുള്ള ആ ഒരു ആത്മാർത്ഥത കൊണ്ട് നമുക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല ഒരു സമയമായിട്ട് പറയാമെന്നുണ്ട്. ഒരു ബിസിനസ്സുകാർക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരുപോലെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അനേകാലമായിട്ട് ബ്ലോക്കായി കിടന്ന സാമ്പത്തികങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഭാര്യാഗൃഹത്തിൽ നിന്നും അല്ലെങ്കിൽ പങ്കാളി ഗൃഹത്തിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ വന്നു ചേർന്നു എന്ന് വരാം. ഒരു മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. അതുപോലെ അനേകാലമായിട്ട് സന്താനമില്ലായിരുന്നവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ആയാലും സന്താനം ഉണ്ടാകുന്ന ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവരും ഈ പറഞ്ഞ പോലെ തന്നെ മഹാവിഷ്ണു ഭജനവും ശാസ്താഭജനവും ഒക്കെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രദാനം ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിന് എന്തുകൊണ്ട് നല്ല ഒരു സമയമാണ്. 9-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 5-ലാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ടം. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് പല സദനുഭവങ്ങൾ ഉണ്ടാവാനും വിദേശയാത്രാ യോഗം, അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന അവസ്ഥ, ഒരുപാട് സാമ്പത്തികം ഉദ്ദേശിച്ചാലും അധികം സാമ്പത്തികം പല രീതിയിലും വന്നു ചേരുന്ന അവസ്ഥകൾ, ലാഭങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ, നമ്മൾ മുടക്കിയ പണം ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന അവസ്ഥ, കുടുംബ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ധാരാളം ചെയ്യുക, മനസ്സിനിഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുക, അതുപോലെ ധാരാളം നമുക്ക് വസ്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് സ്വർണം ഇവയൊക്കെ വാങ്ങാനുള്ള യോഗം, അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ വൃശ്ചികക്കൂറിന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ചികിത്സാ രംഗങ്ങളുമായിട്ട് മെഡിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല ഒരു സമയമായിട്ട് പറയാം. അതുപോലെ ഉദ്യോഗ തലത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. ചിട്ടി, ലോട്ടറി മുതലായ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വില കൂടിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. അനേകമായിട്ട് വിവാഹം ആവാതിരുന്നവർക്ക് വിവാഹം ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മരുന്നിലൂടെ സന്താനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് ചികിത്സയിലൂടെ ഒക്കെ സന്താനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയാം. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഇവർ ശാസ്താക്ഷേത്ര ദർശനവും അതുപോലെ മഹാവിഷ്ണു ഭജനവും ഒക്കെ ആ ദോഷങ്ങൾ നമുക്കൊന്നുമില്ല എങ്കിൽ പോലും ആ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിന് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഇവർക്കെന്ന് വെച്ചാൽ കണ്ടകശനിയുടെ ചെറിയ ദോഷമുണ്ട് എങ്കിൽ പോലും കുടുംബിനികൾക്ക് ഏറ്റവും ഉചിതമായിട്ടൊരു വർഷമാണിത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചില സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. കുടുംബം കെട്ടുറപ്പുള്ളതാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സമീപനം പാലിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് നിസ്സാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ശില്പികൾക്കും ചെറുകിട വ്യവസായം ഉള്ളവർക്കും നല്ല ഒരു സമയമായിട്ട് പറയാം. വർക്ക്ഷോപ്പ് മേഖലയിൽ നിൽക്കുന്നവർ കുറച്ച് പണി കൂടാനുള്ള സാധ്യത, കുറച്ചെന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പോലീസ്, പട്ടാളം മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു അടിയന്തരമായിട്ട് സ്ഥലം മാറ്റത്തിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ ജീവിതം ആസ്വദിക്കാനുള്ള പല യോഗങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും അവനവൻ്റെതായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് ചിലപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഈശ്വരവിശ്വാസം കൂടുതൽ വേണ്ട ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. വിദേശയാത്രാ യോഗം പലതവണ ഉണ്ടാവാനുള്ള സാധ്യത അടുത്ത വ്യാഴം മാറുന്നതിന് മുമ്പായിട്ട് പലതവണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ഇവർ പോകുന്നത്, അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത്, ശക്തിയൊക്കെ വഴിപാടുകൾ ചെയ്യുന്നത്, സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. അടുത്ത മകരക്കൂറ്. മകരക്കൂറെന്ന് വെച്ചാൽ നല്ല സമയമാണ്. ശനി 3-ലാണ് നിൽക്കുന്നത്. ശനി 3 നിൽക്കലും മുടി വെച്ച് വാഴും, അത് കിരീടം വെച്ച് വാഴും എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് വ്യാഴമായാലും നമുക്ക് നിവൃത്തി സ്ഥാനത്ത് 7-ാമിടത്താണ് നിൽക്കുന്നത്.
നല്ല ഒരു സമയമാണ്. ആരോഗ്യ വിഷയങ്ങളിൽ ചെറിയ ഒരു ശ്രദ്ധ പുലർത്തണം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല സമയമാണ്. അതുപോലെ തന്നെ ഈശ്വരാധീനം കൂടുതലുള്ളതിനാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യത, കടങ്ങൾ തിരിച്ച് കിട്ടുന്ന അവസ്ഥ, അതുപോലെ ചില സമയങ്ങളിൽ സമയബന്ധിതമായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരൻ അല്ലെ സഹോദരിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് ലോണൊക്കെ എടുക്കാനുള്ള ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും ഒരു ജാഗ്രത ചെറിയത് പുലർത്തണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉന്നത വിജയത്തിനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് കാണുന്നുണ്ട്. മാതാപിതാക്കൾക്കായാലും അഭിമാനത്തിനും സന്തോഷത്തിനുമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. സുഹൃത്തുക്കളുമായിട്ട് ചെറിയ മനോവിഷമങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സ്ഥാനക്കയറ്റം അല്ലെ ജോലിയൊന്ന് മാറിക്കയറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വർജിക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ധനനഷ്ടം, അതുപോലെ സുഹൃത്തുക്കളോട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നതിലൂടെ ധനനഷ്ടം ചെറിയതിലുണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പങ്കാളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ, അതായത് പങ്കാളി ഗൃഹത്തിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുറച്ച് നിഷ്കർഷത പാലിക്കണമെന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രലോഭനങ്ങൾ വീണ് ബിസിനസ് സംരംഭങ്ങളിലേക്ക് കഴിവതും ഇറങ്ങാതിരിക്കുക. സ്വന്തം ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇവർക്ക് ദേവീക്ഷേത്രം ചെയ്യുന്നത്, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഒക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും. വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. അനേകാലത്ത് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനൊക്കെയുള്ളൊരു സാധ്യത, അത് വിദേശത്ത് പോകാനുള്ള സാധ്യത, വിദേശത്ത് വാഹനമോ വിദേശത്ത് വസ്തുവോ, വിദേശം എന്ന് വെച്ചാൽ നമ്മുടെ നാട് വിട്ട് വേറെ ജില്ലയിൽ പോയാലും വിദേശം തന്നെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഇവർക്ക് തള്ളിക്കളയാനാവില്ല. ഇവർക്ക് ഒരുപാട് മകരക്കൂറിന് പൊതുവേ മകരം കണ്ട മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മകരക്കൂറിന് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട്. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഇവർക്ക് അനുഭവങ്ങൾ പലതും ഇവർക്ക് ഉണ്ടാവും. ഇവർ ശാരീരികമായിട്ടുള്ള ചെറിയ അവശതകളൊക്കെ ഇവർക്ക് ഉണ്ടാവും. എങ്കിൽ പോലും ആ നല്ല അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് വിദേശ നിർമ്മിത സമ്മാനങ്ങൾ അതിന് കിട്ടാനുള്ള സാധ്യത. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും നല്ല ഒരു സമയമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. സ്വകാര്യ മേഖലയിൽ നിൽക്കുന്നവർക്കായാലും ജോലി മാറിക്കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളെ, പേരക്കുട്ടികളെ ഒക്കെ ലാളിക്കാനുള്ള സാധ്യത, അതുപോലെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്ന അവസ്ഥകളൊക്കെ ഈ നക്ഷത്രപ്പെട്ട അവരുടെ പ്രായമായവർക്കൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. സൈഡ് ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. മേലദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവർ അല്പം സൂക്ഷിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വർജിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഡംബര വസ്തുക്കൾ മേടിക്കാനുള്ള സാധ്യത, അതുപോലെ കുടുംബാംഗങ്ങൾ വിട്ട് തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ സുഖകരമായുള്ള യാത്രകളൊക്കെ ചെയ്യാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ സഹകരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ദാനധർമാദികൾ ഇഷ്ടം പോലെ ചെയ്യാൻ അവസരങ്ങളൊക്കെ വന്നു ചേരും. പഠിച്ച സ്ഥലത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് രോഗങ്ങളുണ്ടെന്ന് നമ്മൾ അറിയില്ല, നമ്മൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ രോഗങ്ങൾ നമുക്കും വരാനുള്ള സാധ്യതയുണ്ട്, അതാണ് പറഞ്ഞത്. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. മംഗളകാര്യമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തുള്ളവർക്ക് ലീവൊക്കെ എടുത്ത് നാട്ടിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാഹനം നഷ്ടത്തിൽ കൊടുത്ത് വേറെ വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കഴിവതും കടം വാങ്ങിക്കുക, കടം കൊടുക്കുക ഒഴിവാക്കുന്നത്, ഇടനിലയ്ക്ക് ഒഴിവാക്കുന്നത് ഇവർക്ക് നന്നായിരിക്കും. അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് കുറച്ച് കുറയ്ക്കേണ്ട ഒരാവശ്യകത പറയപ്പെടുന്നുണ്ട്. ഇവർ മഹാദേവനെയും ധർമ്മശാസ്താവിനെയും അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെയൊക്കെ പ്രീതിപ്പെടുത്തണം എന്നൊരാവശ്യകത പറയുന്നുണ്ട്. അടുത്തത് 12ാമത്തെ കൂറായിട്ടുള്ള മീനക്കൂറാണ്. പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഓഫീസിൽ നിന്നും നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാത്ത തെറ്റിനൊക്കെ പഴിയേക്കാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാർഷികം അല്ലെങ്കിൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളുടെ ഒരു കാലമായിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. കലാരംഗത്ത് നിൽക്കുന്നതും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വർക്ക്ഷോപ്പ് മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. അതുപോലെ ജീവിതത്തിലായാലും ഒരു സംതൃപ്തി ലഭിക്കും
ലഭിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നു. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ എന്തെങ്കിലും ഉണ്ട്, ആ കേസുകളിലൊക്കെ അനുകൂല സ്ഥിതി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗതലത്തിൽ അവസാന കാലത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹമാവാത്തവർക്ക് വിവാഹമാവാൻ, സൗഹൃദങ്ങൾ വിവാഹത്തെ കലാശിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സമ്പാദ്യശീലം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മികച്ച മേഖലകളിൽ കൊണ്ടുവന്ന് നമുക്ക് സാമ്പത്തികം മുടക്കി അതിൽ നിന്നും സാമ്പത്തികം ഉദ്ദേശിച്ചതിലും കൂടുതൽ ഉണ്ടാക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നൊരു വർഷമായിട്ട് ഇവർക്ക് പറയാം. ആ ശനിദോഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിൻ്റെ സ്തോത്രം ചൊല്ലുന്നത്, ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത്, ശനിയാഴ്ച കറുപ്പ് വസ്ത്രം ധരിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും. അപ്പം നമുക്ക് 12 കൂറിൻ്റെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്നും ശുഭഫലങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലത്തിൽ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആ വ്യാഴമാറ്റം, വ്യാഴ ഭഗവാൻ അതായത് ബൃഹസ്പതി ഭഗവാന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.